Good morning. Morning. Another good morning. Good morning. Good morning. Good morning. അങ്ങനെ നമ്മളെ ഇന്ത്യയിലേക്ക് പോവാണ്. നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് ഇൻഷാല്ലാ. പൊന്നു വരുന്നില്ല? പൊന്നു. ഇത് മോർണിംഗ് 7 o'clock. പൊന്നു കുറച്ച് ഉറക്കത്തിലാ. ഒന്ന് ചിരിക്കാൻ നോക്കാം. നമ്മുടെ സാരഥി. Good morning, പൊന്നു. അപ്പോൾ നല്ല രസമുണ്ട് സ്കൈ കാണാൻ. അങ്ങനെ നമ്മൾ ഈദ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണിത്. അപ്പോൾ ഇൻഷാല്ലാ ബാക്കി അവിടെ എത്തിയിട്ട് പിന്നെ നമ്മളെ നാട്ടിൽ പോകാനുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും പറയണ്ടില്ലല്ലോ. നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. നമ്മളങ്ങനെ മെട്രോന് വേണ്ടി വെയിറ്റ് करते हो അതിന്റെ കറക്റ്റ് ആൻസർ എന്താന്ന് കമന്റ് ബിലോ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ KFC എത്തിയിട്ടുണ്ട്. ബട്ട് ദർ ഈസ് എ സ്മോൾ ചേഞ്ച്. പൊന്നു ഇപ്രാവശ്യം KFC കഴിക്കുന്നു. നോർമലി ഷീസ് മക്ഡൊണാൾഡ്സ്. അങ്ങനെ നമ്മൾ KFC കഴിക്കാൻ തുടങ്ങി. ഹായ് തന്നൂക്ക. പൊന്നൂസ് തന്നൂക്ക. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. ആ ആക്ച്വലി ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ്. പിന്നെ ഡൽഹിയിലായതുകൊണ്ട് നമുക്ക് വേറെ വിസ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഒരു 3 days ട്രിപ്പാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. മെയിനായിട്ട് താജ്മഹലാണ്, താജ്മഹൽ തന്നെയാണ്. പിന്നെ ഡൽഹി സിറ്റിയൊക്കെ ഒന്ന് കറങ്ങണം. ഫൈനലി അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തിയിരിക്കുക. ഇന്ദിരാഗാന്ധി എയർപോർട്ട് ടെർമിനൽ 3. आने के लिए इस टाइम पे फिर आप दो फ्लाइटें किससे कराओगे? അതങ്ങനെ നമ്മുടെ വേഗം കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് കമ്മിങ് വേ വരുന്നുണ്ടല്ലോ. ആക്ച്വലി ദിസ് ഈസ് ഓ ഫസ്റ്റ് ടൈം വിസിറ്റിംഗ് ഇൻ ഡൽഹി. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമ്മളൊരു ഏപ്രിൽ മന്തിലാണ് പോയത്. അതുകൊണ്ട് തന്നെ ചൂടുണ്ടോയെന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. ഡൽഹിയിൽ നിൽക്കുന്നവർക്ക് അറിയാം. പിന്നെ നമ്മൾ ആക്ച്വലി ഈ ഒരു അവിടെയുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഡൽഹിയെ തൊട്ടറിയാലോ. എന്നൊക്കെ സ്പീഡിൽ നടക്കല്ലേ, അവിടെ നിന്ന് നടക്കുന്ന പോലെ. ഷാനു I saw someone spit. I saw someone spit so much. അങ്ങനെ ഹോട്ടലെത്തി. बंकर वाला बैठला बोली ना 411 നൈസ് റൂം റൈറ്റ്. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്.
how fast he's doing. അടുത്ത് നിൽക്കാം. Nice, right? ഒപ്പരം തന്നെ നിൽക്കാം. That's why you had to wear a mask, right? What are those so many wires? ഇതാ നമ്മളിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. ആ സംഭവം സേഫ് അല്ല, പക്ഷെ നമുക്ക് വെറും സ്ട്രീറ്റ് ഡോഗ്സിനെ മാത്രം പേടിയുണ്ട്. നമ്മൾ സിനിമയിൽ ഹിന്ദി സിനിമകളിൽ കാണുന്ന കുറേ ആ നായിനെ പൊളിച്ചിട്ട് സ്പീഡിൽ നടന്നതാ. ഓ സോറി സോറി സോറി, പാവം, ഓൻ്റെ മിസ്റ്റേക്ക് അല്ല, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ആൾക്കാരെ നമുക്ക് പേടിയാവുന്നില്ല, എനിക്ക് പേടിയാതെ നായ്ക്കളെ മാത്രം. ഇത് ആക്ച്വലി നമ്മുടെ ഹോട്ടലിലുള്ള സ്റ്റാഫാണ്. അപ്പോൾ നമുക്കുള്ള കാറ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാം. നമ്മളിങ്ങനെ നടക്കാണ്. വയസ്സെല്ലാം കണ്ട ഉള്ളില് നമ്മളെ കേരളം തന്നെയാ നല്ല. പക്ഷെ ഇത്ര തിരക്കുണ്ടായിട്ടും നമ്മൾ ആരും അങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എല്ലാവരും നല്ല എന്താ പറയുക, നല്ല ചിരിച്ച ഫേസ് ആയിട്ടുള്ള ഭയങ്കര അങ്ങനെ നമുക്ക് പേടിയൊന്നും ആകുന്നില്ല ആൾക്കാരാ. പക്ഷെ നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കണോ കഴിക്കണ്ടേ അങ്ങനെ രണ്ട് മനസ്സിലാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഓരോന്നിങ്ങനെ കാണാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ये मिक्स वेज है, बॉइल्ड मिक्स वेज, अभी फ्राई होगा ये. थैंक यू भैया. वेलकम वेलकम, मोस्ट वेलकम. तो भैया ये क्या बर्गर है? हाँ कितने का? 30 रुपये. നമ്മളൊക്കെ ഇതിലെല്ലാം കയറുന്നത് നമുക്ക് ഓട്ടോ പോരെ. ഗോ ഗോ ഇൻസൈഡ്. അങ്ങനെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുക. നോക്കുമ്പോൾ നല്ല റിവ്യൂസ് കണ്ടു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. സ്ട്രീറ്റ് ഫുഡൊക്കെ നാളെയൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഷാനോ തിടങ്ങണിട്ട് നോക്കുന്നത്. ഒരു ദിവസം നോക്കിക്കെന്താ വേണ്ട വേപ്പാറോ. നല്ല നല്ല രസമുണ്ടല്ലോ. बटर चिकन मैं सर्व कर दूँ? നമ്മൾ ആക്ച്വലി വന്നിട്ട് നമ്മൾ ഒരു ഈവനിങ് ആയിന് നമ്മൾ ഡൽഹിയിൽ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി പിന്നെ പുറത്തൊക്കെ ഇറങ്ങുകയല്ലേ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് നേർക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അൽഹംദുലില്ലാ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഇനി നമ്മളിതാ ഓട്ടോ കയറിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാം. ഷാനും പൊന്നും മൊത്തം പൊല്യൂഷൻ്റെ ഇതൊക്കെ ഈ ഗൂഗിളിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് രണ്ടാളും ഫുൾ ടൈം മാസ്ക് ഇട്ടിട്ടാണ് നടക്കുന്നത് കാണുന്നത്. കാരണം രണ്ടാളും നല്ല അലർജിക്കാണ്. ആക്ച്വലി ഹോട്ടലിൽ നമുക്ക് നേരത്തെ ഒരു കാറ് നമുക്ക് ഏൽപ്പിച്ച് തന്നിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ ആയിട്ട് പോയിക്കോളാം. നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തില്ലേ, നമ്മളൊരു ഈദ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഇനിയിപ്പോൾ നമുക്ക് മോർണിംഗിൽ ഒന്ന് വരണമെന്നുണ്ടല്ലേ. നമ്മളിങ്ങനെ നമ്മുടെ ബുക്സിലും പിന്നെ കുറേ ഫോട്ടോസ് അങ്ങനെയൊക്കെയല്ലേ കണ്ടത് ഇന്ത്യ ഗേറ്റ്. നേരിട്ട് കണ്ടപ്പോൾ രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി മോർണിംഗും കൂടി വന്നിട്ട് കാണാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുക. പിന്നെ അവിടെ നിന്ന് ഈ ഫോട്ടോസൊക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി പുതിയ വിശേഷങ്ങളുമായി വരുന്നത് വരെ ബൈ. Bye bye.